ഇനി നമുക്കറിയാം, സംസ്ഥാന തലത്തിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോഴത്തെ നികുതി ഘടനയിൽ മാറ്റം വരുത്തിയത്. 0.5 മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന്റെ നികുതി ഘടനയിൽ ആയിരുന്നു മാറ്റം വരുത്തിയത്. ആ ഘടനാ മാറ്റം കോൺഗ്രസിനകത്ത് ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ലീഗിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ബെക്കാഡി എന്ന മദ്യ ബ്രാൻഡിനു വേണ്ടി, മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത് എന്ന പ്രതിപക്ഷ ആരോപണം നിലനിന്നത്. അതേസമയം ബെക്കാഡി കേരളത്തിലേക്ക് വരാൻ ശ്രമിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നുവെന്നും പലതരത്തിൽ ഇടതുപക്ഷത്തെ സമീപിച്ചിരുന്നു എന്ന തരത്തിലുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയതിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഉദ്യോഗസ്ഥർക്കിടയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വീര്യം കുറഞ്ഞ മദ്യം വിദ്യാർത്ഥികൾക്ക് ഇടയിൽ വ്യാപകമാകുമോ എന്ന ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണ് എന്നായിരുന്നു നികുതി ജോയിന്റ് സെക്രട്ടറി സർക്കാരിന് നൽകിയിരുന്ന റിപ്പോർട്ട്. എന്നാൽ വീര്യം കുറവാണെങ്കിലും ബെക്കാഡി ബ്രീസറും പ്ലസും മദ്യം തന്നെയാണ് എന്നും സ്കൂൾ കുട്ടികൾക്ക് മദ്യപാനത്തിലേക്കുള്ള ചവിട്ടുപടിയായി അത് മാറിയേക്കും എന്നുമായിരുന്നു അന്നത്തെ എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗിന്റെ മുന്നറിയിപ്പ് എന്നതാണ്. പലതവണ ഈ ബെക്കാഡി സർക്കാർ സംവിധാനങ്ങളെ ബന്ധപ്പെട്ട വിവരങ്ങളടക്കം പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിലൊരു വിശദാംശം കൂടി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അരുണാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ ബെക്കാഡിക്ക് അതിൻ്റെ തുടർ നീക്കങ്ങൾ കാര്യമായി മുന്നോട്ട് പോയില്ല. ഒരുപക്ഷെ ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ ആയിരുന്നിരിക്കുമോ അതിന് കാരണം? ഇതുമായി ബന്ധപ്പെട്ട ഒരു നീക്കം, അതായത് സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സർക്കാരിനെ വിവിധ മദ്യ കമ്പനികൾ സമീപിച്ചിട്ടുണ്ട്. 2008 അന്ന് VS സർക്കാരിൻ്റെ കാലത്താണ് ഒരു കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും എക്സൈസ് കമ്മീഷണറോട് തുടർ നടപടികൾ സ്വീകരിക്കാൻ നികുതി സെക്രട്ടറി നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് 2016 പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണൻ, പിന്നീട് 2021 സർക്കാരിൻ്റെ കാലത്തുമൊക്കെ അന്നത്തെ എക്സൈസ് മന്ത്രിമാർക്ക് ബെക്കാഡി കത്ത് നൽകിയിരുന്നു. ഇതിനിടയിലാണ് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗിനോട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാൻ അന്ന് ടാക്സ് സെക്രട്ടറി ആശാ തോമസ് നിർദ്ദേശം നൽകിയത്. അതിൽ അദ്ദേഹം നൽകിയ മറുപടി, സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്താൽ അത് മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല വിദ്യാർത്ഥികളെ ബാധിക്കും. വിദ്യാർത്ഥികൾ മദ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി, വിദ്യാർത്ഥികൾക്ക് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി ഈ വീര്യം കുറഞ്ഞ മദ്യം, ഇത് വീര്യം കുറവെന്ന് ബെക്കാഡി പറയുമ്പോഴും അതും മദ്യം തന്നെയാണ്, മദ്യം എന്ന ഗണത്തിൽ പെടുത്തേണ്ടത് തന്നെയാണ്. അത് അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ എക്സൈസ് കമ്മീഷണർ ഒരു കത്ത് നൽകിയിരുന്നു, ടാക്സ് കമ്മീഷണർക്ക് മറുപടിയായി നൽകിയിരുന്നു. അതിനുശേഷവും ടാക്സ് കമ്മീഷൻ നിലപാടെടുത്തത് ഈ ആശങ്കകൾ അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത് ബെവറേജ് കോർപ്പറേഷൻ പോലുള്ള സർക്കാർ ഏജൻസികൾ വഴിയാണ്. അവിടെ കൃത്യമായ നിരീക്ഷണ സംവിധാനമുണ്ട്. ആർക്കൊക്കെ മദ്യം നൽകാം. പ്രായം പൂർത്തിയാകാത്ത ആളുകൾക്ക് 21 വയസ്സാണ് ഇപ്പോൾ അതിനുള്ള പ്രായപരിധി. 21 വയസ്സ് പൂർത്തിയാകാത്ത ആളുകൾക്ക് മദ്യം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞുകൊണ്ട് ആശാ തോമസ് അന്ന് മറുപടി നൽകുകയും ചെയ്തു. അതായത് അന്നത്തെ പിണറായി സർക്കാരിലെ ഉദ്യോഗസ്ഥർക്കിടയിലും ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പൂർണ്ണമായും ഈ വീര്യം കുറഞ്ഞ മദ്യത്തെ സർക്കാരും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥരും പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഋഷിരാജ് സിംഗിൻ്റെ ഭാഗത്തു നിന്ന് അതിന് വിരുദ്ധമായ നിലപാടാണ് അന്ന് സ്വീകരിക്കപ്പെട്ടത്. ഏതായാലും ആ നീക്കങ്ങൾക്കൊടുവിലാണ് പിന്നീട് 2023 സർക്കാർ മദ്യനയത്തിൽ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചത്. അത് ബെക്കാഡിക്ക് വേണ്ടിയെന്ന് ഇന്നത്തെ ഭരണപക്ഷം ആരോപിക്കുന്നുണ്ട്. അന്ന് മുതൽ തുടങ്ങിയ നടപടികളാണ്. എന്നാൽ ബെക്കാഡിയുടെ കത്ത് ലഭിച്ചെങ്കിലും അന്ന് നികുതി നിശ്ചയിക്കാത്തത് കൊണ്ടാണ് അത് നടപ്പാക്കാതെ പോയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഞങ്ങൾ എതിരല്ല, പകരം ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള നികുതിയിൽ ഇളവ് ചെയ്യുന്നത് ആ കമ്പനിക്ക് വേണ്ടിയാണ്. അതാണ് അഴിമതി എന്ന ആരോപണം ഇപ്പോഴത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഏതായാലും ദീർഘനാളായി ബെക്കാഡി കമ്പനിയും മറ്റു ചില കമ്പനികൾ നടത്തിയ നീക്കമാണ് ഇപ്പോൾ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ മാസം തന്നെ ഫലത്തിൽ പ്രാബല്യത്തിലെത്തിയിരിക്കുന്നത്. ഇനി നിയമസഭയിൽ ഫിനാൻസ് ബില്ല് കൂടി പാസ്സായാൽ അത് വിൽക്കാനുള്ള അനുമതി ഉണ്ടാകും. അതിൽ തന്നെ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഫിനാൻസ് ബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം VM സുധീരൻ അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ സർക്കാരിന് ഏകപക്ഷമായി തീരുമാനിക്കാൻ കഴിയില്ല. മുന്നണിയും പാർട്ടിയും ഒക്കെ ചർച്ച ചെയ്യണമെന്ന നിലപാടും മറ്റ് നേതാക്കൾ ഉന്നയിക്കുന്നു. രാവിലെ മുരളീധരൻ്റെ പ്രതികരണമൊക്കെ പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 3 മന്ത്രിമാർക്ക് 2016 TP രാമകൃഷ്ണനും 2021 അതിനുശേഷം MB രാജേഷ് മന്ത്രിയായി വരുമ്പോഴുമൊക്കെ ഈ അപേക്ഷയുമായി ബെക്കാഡി സമീപിച്ചിരുന്നു. ആ അപേക്ഷകളിലൊക്കെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞത്, ഈ
ബെക്കാഡി സ്ത്രീ സൗഹൃദം, ബെക്കാഡി ബ്രീസറും അതുപോലെ തന്നെ പ്ലസും വീര്യം കുറഞ്ഞ മദ്യം അത് സ്ത്രീ സൗഹൃദമാണ്, ലിംഗഭേദമിൻ്റെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഈ മദ്യം ഇവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പല ടൂറിസം പ്രോഗ്രാമുകളും പുതുച്ചേരിയിലേക്കും അതുപോലെ ഗോവയിലേക്കുമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. സർക്കാരിൻ്റെ വരുമാന വർധനയ്ക്ക് ഈ പുതിയ വീര്യം കുറഞ്ഞ മദ്യം വഴിവെക്കുമെന്ന ഒക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ബെക്കാഡി എന്ന് സർക്കാർ മുൻപാകെ വെച്ചിരുന്നു. അഭിലാഷ്, യെസ്, അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.